ദേവി സർവജ്ഞയാണ്. ദേവിക്ക് കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രമേ കാണുള്ളൂ എന്നൊന്നുമില്ല. സഹസ്രാക്ഷി സഹസ്രപാദ്, കാണുന്നതെല്ലാം ദേവിമയം. എങ്കിലും ദേവി അറിയാത്ത മട്ടിലിരുന്നു. ദേവിയുടെ തിരുസന്നിധിയിൽ തന്നെ ഈ വിഘ്നയന്ത്രങ്ങളൊക്കെ അതിശയമാം വണ്ണം പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ദേവിയുടെ സൈന്യത്തിലുള്ളവർക്കൊക്കെ മാറ്റം കണ്ടു അത്രേ പെട്ടെന്ന്. ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല. ദേവി അറിയുന്നുണ്ടെങ്കിലും പറയുന്നില്ല, നിസ്സംഗയായിട്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ശക്തിസേനയിലൊക്കെ ഒരു അലസത ബാധിച്ചു. മുതലാളിമാർ ആരൊക്കെയോ സൂഹിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി പണിയെടുത്ത് ചാവേണ്ട കാര്യമൊന്നുമില്ല. വിചിത്രമായ വാദങ്ങളൊക്കെ പറയുന്നത്രേ. അവർക്ക് മടി പിടിച്ചു എന്നർത്ഥം. നമ്മൾ ഇനി യുദ്ധത്തിനൊന്നും പോകണ്ട, അവർ സൂഹിക്കാൻ വേണ്ടി നമ്മളെന്തിനാണ് യുദ്ധത്തിന് പോകേണ്ടത് എന്നൊക്കെ ഞാൻ ഇനി യുദ്ധത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് ആയുധങ്ങളൊക്കെ താഴെ വെച്ചു. അതുപോലെ ഉറങ്ങിയത്രേ. പകുതി പേര് ഉറക്കത്തിലാണ്. പകുതി പേര് പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അസുരന്മാരും അമ്മയുടെ മക്കളല്ലേ, അവരെ കൊല്ലാൻ പാടുണ്ടോ? വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ യുദ്ധത്തിനാണ് വന്നിരിക്കുന്നത്. അഹിംസയാണ് നമുക്ക് വേണ്ട ധർമ്മം. നമ്മളിനി സത്യാഗ്രഹം ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ വിചിത്രമായിട്ടുള്ള ഗാന്ധിസം അതൊക്കെ പറയാൻ തുടങ്ങിയത്രേ. അങ്ങനെ ഇവർക്ക് മടി പിടിച്ചു. ഇവർക്ക് ആവശ്യമില്ലാത്ത കാരുണ്യം വന്നു, ഉറക്കം വന്നു, പ്രമാദം വന്നു, ക്ലീബത്വം വന്നു. ഇവർക്ക് യുദ്ധം ചെയ്യണമെന്നുള്ള തോന്നൽ നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം യുദ്ധത്തിന് ഭണ്ഡാസുരൻ്റെ സൈന്യം വന്ന് ആർത്ത് വിളിക്കുമ്പോൾ ഇവരെല്ലാവരും പറയണു, ഞാൻ പകുതി ഉറക്കത്തിലാത്രേ എല്ലാവരും. എന്നിട്ട് തീർത്ത് പറഞ്ഞു, ഞങ്ങൾ ശ്രീമാതാവിൻ്റെ യുദ്ധത്തിന് ഇനി ഞങ്ങൾ വരുന്നില്ല എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ട് വീണ്ടും ഉറങ്ങാത്രേ. അപ്പോൾ ഇത് കേട്ടപ്പോൾ മന്ത്രിണി ദണ്ഡിനി ദേവികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി. അവർ ലളിതാംബിക അടുത്ത് ചെന്നു. ഇങ്ങനെ നമ്മുടെ സൈന്യം മുഴുവൻ എന്തോ കുഴപ്പം പറ്റി, അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു, ഇന്ന് രാവിലെയാണ് ഇങ്ങനെ കാണുന്നത്, എന്താ ചെയ്യേണ്ടത് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേവി കാമേശ്വരനെ നോക്കിയത്രേ. സാക്ഷാത് പരമേശ്വരൻ ആ യുദ്ധത്തിൻ്റെ പങ്കാളി അല്ലെങ്കിലും ദേവിയുടെ കൂടെ ഉണ്ട്. അങ്ങനെ ദേവി കാമേശ്വരനെ നോക്കി. കാമേശ്വരൻ ഒന്ന് പുഞ്ചിരിച്ചു. ശരീര സംബന്ധമില്ലാതെ തന്നെ ഇവിടെ ബാലഗണപതി ഉണ്ടായി അത്രേ. ഗണപതിയെ പറ്റിയിട്ടുള്ള വർണ്ണന ഉണ്ട്. അങ്ങനെ ആ മാതംഗവദനനായ ഗണപതിയെ ദേവി തലോടിക്കൊടുത്തു. ഇങ്ങനെ വിഘ്നയന്ത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, അതിനെ നീ കണ്ടെടുക്കണം, അതിനെ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ മഹാഗണപതി യുദ്ധഭൂമിയിൽ ചെന്നു. അദ്ദേഹത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല. സദാ ബാലരൂപോപി ദുഃഖാർത്തിഹന്ത്രി എന്നൊക്കെ മറ്റുള്ളവരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നതിൽ എപ്പോഴും തുറയുള്ള ആളാണ് ഗണപതി. അദ്ദേഹം ചെന്ന് കൃത്യമായിട്ട് ആ വിഘ്നയന്ത്രത്തെ കണ്ടുപിടിച്ചു. അതിനെ തവിട് പൊടിയാക്കി അതിനെ വലിച്ചെറിഞ്ഞു. ഉറക്കത്തു നിന്ന് എണീറ്റത് മാതിരി ഈ ശക്തിസേനകൾക്കൊക്കെ വീണ്ടും ഉണർവ് വന്നു. വീണ്ടും അവരെല്ലാം പഴയതുപോലെയായി. പക്ഷേ ഈ വിശുക്രനാണ് അന്ന് യുദ്ധത്തിന് വന്നിരുന്നത്. അങ്ങനെ ഗജമുഖാസുരൻ എന്ന് പറയുന്ന ഒരു അതിശക്തനായ ഒരു അസുരനെ അയാൾ വിളിച്ചു വരുത്തി. കോടി കോടി ആനകളാണ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഗജമുഖാസുരൻ്റെ സൈന്യത്തോടുകൂടി സാക്ഷാത് മഹാഗണപതി യുദ്ധം ചെയ്തു. അങ്ങനെ ഗജമുഖാസുരനെ അനായാസം ഗണപതി പരാജയപ്പെടുത്തി. ആ കാര്യം കഴിഞ്ഞപ്പോൾ മഹാഗണപതി ദേവിയുടെ അടുത്ത് വന്ന് നമസ്കരിച്ചു, തൊഴുതു നിന്നു. തൻ്റെ പുത്രനെ വാത്സല്യത്തോടു കൂടി അമ്മ തലോടിക്കൊടുത്തു. നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത്, വിഘ്നയന്ത്രങ്ങളെയൊക്കെ നീ നശിപ്പിച്ചു. ഗജമുഖാസുരൻ്റെ കോടി കോടി ആനപ്പടയും നീ കൊന്നു. വലിയ ഉപകാരമാണ് നീ നമ്മുടെ സൈന്യത്തിന് ചെയ്തത്. ഈ കാരണം കൊണ്ട് എല്ലാ പൂജകളിലും നിന്നെയായിരിക്കും ആദ്യം പൂജിക്കുന്നത്. പ്രഥമ വന്ദ്യനായിട്ട് എല്ലാവരും ഏത് കാര്യത്തിനും നിർവിഘ്നമായിട്ട് നടക്കണമെങ്കിൽ
നിൻ്റെ സഹായം തേടും. അഗ്രപൂജ്യനായിട്ട് പ്രഥമവന്ദ്യനായിട്ട് എല്ലാത്തിലും നിന്നെ വിചാരിച്ചിട്ട് വേണം എല്ലാവരും കാര്യങ്ങൾ തുടങ്ങേണ്ടത്. അതിന് അർഹനായിത്തീരും എന്ന് വാത്സല്യത്തോടു കൂടി മഹാഗണപതിയെ അനുഗ്രഹിച്ചു. എന്ന് മഹാഗണപതി മാത്രമാണ് ഈ യുദ്ധത്തിൽ പുരുഷ രൂപത്തിൽ പങ്കെടുക്കുന്ന ഒരേ വ്യക്തി. മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത എന്നുള്ള മന്ത്രം കൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഈ മഹാഗണപതിയുടെ ഈ വൈഭവം പറയപ്പെടുന്നു, വർണ്ണിക്കപ്പെടുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.